ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ 53ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തുടർന്ന് വരുന്ന ഈ പാറ്റേൺ പരിശീലനം നമ്മുടെ പല കുട്ടികളെയും സ്വന്തമായി ഡിസൈൻ ചെയ്യുന്ന തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ, അത് UP തലത്തിലും LP തലത്തിലും അതുപോലെ ഹൈസ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ, ആ ഒരു വർഷത്തെ നിരന്തര പരിശീലനത്തിൻ്റെ ഫലമായി സ്വന്തമായി അവരുണ്ടാക്കിയ ഡിസൈൻ എനിക്ക് ധാരാളമായിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ഗുരുക്കന്മാരെക്കാൾ ഉയർന്ന് പറക്കുമ്പോഴാണ് ഏതൊരു അധ്യാപകനും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. മറ്റൊന്ന്, പലപ്പോഴും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ആവശ്യപ്പെട്ടത്, രക്ഷിതാക്കളും ആവശ്യപ്പെട്ടത് വളരെ ചെറിയ LP തലത്തിൽ, അതായത് ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, ജിയോമെട്രി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ച് ശീലമില്ലാത്ത, ബോക്സ് കൈവശമില്ലാത്ത കുട്ടികൾക്കും കൂടി വരയ്ക്കാൻ സൗകര്യമുള്ള ഡിസൈനായിരിക്കണം എന്നെ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ്. തീർച്ചയായും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ആ രൂപത്തിൽ തന്നെയാണ്. വളരെ ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ ഹൈസ്കൂൾ തലത്തിലുള്ള ആ ഉയർന്ന തലത്തിലുള്ള കുട്ടികൾക്കും ഒരുപോലെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന, അതായത് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കാകുമ്പോൾ കുറച്ചും കൂടി മനോഹരമായ, കുറച്ചും കൂടി സങ്കീർണമായ ചിത്രമായിരിക്കും. LP തലത്തിലുള്ളത് അത് താരതമ്യേന എളുപ്പത്തിൽ പെൻസിൽ കൊണ്ടും അല്ലെങ്കിൽ പേന കൊണ്ടും സ്കെയിൽ ഉപയോഗിച്ച് നേർവര വരയ്ക്കുന്നത് അതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ നന്നായി ചെയ്യുന്നുണ്ട്. ആ പ്രതികരണം എന്നെ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് എന്നെ അറിയിക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ എപ്പിസോഡും അത്തരത്തിലുള്ളതാണ്. വെറും സ്കെയിലും പെൻസിലും അല്ലെങ്കിൽ പേനയും കൊണ്ട്, നേർവര കൊണ്ട് നിർമ്മിച്ചെടുക്കാവുന്ന മനോഹരമായൊരു രൂപമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും നന്നായി ചിത്രം വരയ്ക്കുന്ന ചില കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കൂടുതൽ ആയിരക്കണക്കിന് കുട്ടികളുടെ ആവശ്യം ആ രൂപത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തത്, അതായത് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഒരു സ്കൂളിൻ്റെ മേൽവിലാസത്തിൽ അവരുടെ ടീച്ചേഴ്സ് ചെയ്തയക്കുന്ന വീഡിയോ ആ രൂപത്തിൽ യൂട്യൂബിൽ പ്രസിദ്ധപ്പെടുത്താൻ പ്രയാസമില്ല. ഇത്തവണ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട് ജില്ലയിലുള്ള മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, പഠന മികവിൻ്റെ കാര്യത്തിലായാലും ഗണിതശാസ്ത്ര, കലാ, ഏത് മേളയിലായാലും ഏറ്റവും മുന്നിൽ, സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. ആ വിദ്യാലയവുമായി എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യന്മാർ പലരും അവിടെ അധ്യാപകരാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ടീച്ചേഴ്സായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ധാരാളം കുട്ടികൾ ചിത്രം വരച്ച് എടുത്ത ഒരു വീഡിയോ ഞാൻ ഇത്തവണ പോസ്റ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇത് കുട്ടികൾ അയച്ചു തന്നതല്ല, ടീച്ചേഴ്സ് അവരുടെ സ്കൂൾ മേൽവിലാസത്തിൽ അയച്ചതാണ്. അതുകൊണ്ട് അത്തരത്തിലായിരിക്കണം നിങ്ങളും ചെയ്യേണ്ടത്. ഈ വീഡിയോയുടെ ലെങ്ത്ത് അരമിനിറ്റിൽ താഴെയാണ്, 30 സെക്കൻഡിൽ താഴെയാണ്. പക്ഷേ 30 സെക്കൻഡിൽ താഴെയാണെങ്കിലും ഒരുപാട് കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള വീഡിയോ, അതായത് അരമിനിറ്റിൽ കൂടാത്ത വീഡിയോ നിങ്ങളുടെ കുട്ടികളെ, പരമാവധി കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ചിത്രവും പിടിച്ചു നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം, ഈ രൂപത്തിൽ ചെയ്തു തന്നാൽ എനിക്ക് അത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഒരു തടസ്സവുമില്ല. ഒന്നുകൂടെ ഓർക്കുക, സ്കൂൾ മേൽവിലാസത്തിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചു തരുന്ന വീഡിയോ ആയിരിക്കണം. അപ്പോൾ കുട്ടികളോട് ഒരു തവണ കൂടെ അപേക്ഷിക്കുകയാണ്, ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എത്ര ചിത്രം വേണമെങ്കിലും, എന്ത് സംശയമുണ്ടെങ്കിലും വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും തൊട്ടടുത്ത സമയം ഞാൻ കാണുമ്പോൾ അതിന് മറുപടി തന്നിരിക്കും.
ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഈ പിന്നെ ഫോണിലാണ് പല വർക്കും ചെയ്യുന്നത്. ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഇതേ ഫോണിൽ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചിലപ്പോഴൊക്കെ തടസ്സപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിലൊരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സമർപ്പിക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ, എനിക്ക് അയച്ചു തരുന്ന ചിത്രങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരോടുകൂടി ആയിരിക്കണം. ഓരോ സമയവും നിങ്ങളുടെ പേര് കഴിയെങ്കിൽ ആ ചിത്രത്തിൽ തന്നെ മനോഹരമായി പേരെഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട്. കാരണം നന്നായി വരച്ചെടുക്കുന്ന, പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ മറ്റു ചില കുട്ടികൾ തമാശക്കാണെങ്കിലും അവരുടെ പേര് വെച്ച് റീപോസ്റ്റ് ചെയ്യുന്നു എന്ന് എൻ്റെ രക്ഷിതാക്കൾ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ, നമ്മുടെ ചിത്രം നമ്മുടേതായി തന്നെ നിലനിർത്താനുള്ള ഏക മാർഗം അതിൽ ആ സമയം തന്നെ ഒന്നുകിൽ നന്നായി പേരെഴുതുക, അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്യുക. പല കുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ പലരും ഇപ്പോഴും അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ഗണിതശാസ്ത്ര ക്ലബിൻ്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും. നിങ്ങളുടെ പലരുടെയും സ്കൂളുകളിലെ ഗണിതശാസ്ത്ര ക്ലബിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് എനിക്കും കൂടെ ക്ഷണം കിട്ടിയിരുന്നു. പല ഗണിതശാസ്ത്ര ക്ലബ്ബുകളും ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ പല ആക്ടിവിറ്റികൾ അവതരിപ്പിക്കാനും നിങ്ങളുടെ ടീച്ചേഴ്സ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടി ആ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി A4 പേപ്പറിൽ ഒരു ചതുരം വരക്കണം. ഞാനത് കാണിച്ചു തരാം. ഒരറ്റത്ത്, വീതിയുടെ ഒരു ഭാഗത്തു നിന്നും 1 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇടുകയാണ്. വീതിയുടെ ഭാഗത്താണേ ഇതാ. ആ രണ്ടാമത്തെ സൈഡിലും അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള ആ 2 പോയിൻറ്റും ചേർത്ത് സ്കെയിൽ വെക്കുകയാണ്. സ്കെയിലിൻ്റെ ഇടത്തെ അറ്റം 0ആണ്. 0, മറ്റേ അറ്റം 30 തികയില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്കെയിൽ വെച്ചത്. ഇനി 2 മുതൽ 28 വരെ വരയ്ക്കുകയാണ്. 2 മുതൽ 28 വരെ ശ്രദ്ധിക്കുക. 2 to 28. അപ്പോൾ ഇത് തന്നെയാണ് മേൽഭാഗത്തും ചെയ്യുന്നത്. 1 സെൻറ്റിമീറ്റർ, അവിടുന്ന് 1 സെൻറ്റിമീറ്റർ വീതിയുടെ ഭാഗത്തുനിന്ന് 1 സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് ഇട്ടതിന് ശേഷം ഇതാ ഒരറ്റം, ഇടത്തേ അറ്റം ലെഫ്റ്റ് സൈഡ് 0 സെൻറ്റിമീറ്റർ, അവിടുന്ന് 2 മുതൽ 28 വരെ, 2 മുതൽ 28 വരെ. യെസ്. ഇനി ഇത് ചേർത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ കൃത്യം 19 സെൻറ്റിമീറ്റർ വീതി ഉണ്ടാവും. 19 സെൻറ്റിമീറ്റർ വീതിയും നീളം പരിശോധിച്ചാൽ 2 മുതൽ 28 വരെയാണ് വരച്ചത്. അപ്പോൾ 26 സെൻറ്റിമീറ്റർ, 19 സെൻറ്റിമീറ്റർ വീതിയും. ഇങ്ങനെയുള്ള ഒരു ചതുരമാണ് കിട്ടുക. അപ്പോൾ A4 പേപ്പറിൻ്റെ കറക്റ്റ് മധ്യഭാഗത്തായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചതുരം നിർമ്മിച്ച് കഴിഞ്ഞ്. ഇനി അതാ വലത്തേ അറ്റത്തുനിന്ന് 1 സെൻറ്റിമീറ്റർ, അതുപോലെ ഇതാ മുകളിൽ നിന്നും താഴേക്ക് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. അവിടെയും 1 സെൻറ്റിമീറ്റർ, ആ താഴെ ഭാഗത്തും 1 സെൻറ്റിമീറ്റർ. അങ്ങനെ 1 സെൻറ്റിമീറ്റർ വരച്ച്. അപ്പോൾ 4 പോയിൻ്റ്. ഇനി ഈ വലത്തേ മൂലയിൽ നിന്ന്, താഴെ മൂലയിൽ നിന്ന് ആദ്യം മേലെ കാണുന്ന 1 സെൻറ്റിമീറ്ററിലേക്ക് നേർരേഖ വരയ്ക്കുകയാണ്. ഇതാ കറക്റ്റ് താഴെ മൂലയിൽ നിന്നും മേലെ. ഇനി ആ ഒന്നിൽ നിന്നും അടുത്ത ഒന്നിലേക്ക് വരയ്ക്കുകയാണ്. ഇപ്പം 2 വരെ. ഇത് തന്നെ നമ്മൾ താഴോട്ടും ആവർത്തിക്കുകയാണ്. താഴെ നമ്മൾ 1 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ അവസാനിച്ചെടുത്തുനിന്ന് വീണ്ടും വരയ്ക്കുന്നു. ഇപ്പോഴും അവസാനിച്ചിടയ്ക്കെന്ന് നമ്മൾ ആ 4ാമത്തെ 1 സെൻറ്റിമീറ്റർ പോയിൻറ്റിലേക്ക് വരച്ചാൽ ഇതാ നമുക്കൊരു ചതുരം തന്നെ കിട്ടും. പക്ഷേ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടാവും, ഒന്ന് ചെരിഞ്ഞ് നിൽക്കും. ഇനി വീണ്ടും അത് ആവർത്തിക്കുകയാണ്. വീണ്ടും ആ പുതിയ വരയിലാണ്, പുതുതായി വരച്ച വരയിൽ വീണ്ടും 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്.
അപ്പോൾ അടയാളപ്പെടുത്തുന്നത് എവിടെയാണെന്ന് വളരെ ശ്രദ്ധിക്കുക. യെസ്. അപ്പോൾ ഇനി എവിടെയാണോ അവസാനിച്ച് അവിടുന്നാണ് വീണ്ടും അവിടുന്ന് തുടങ്ങുന്ന രൂപത്തിൽ തിരിച്ച് വരയ്ക്കണമെന്ന് വെച്ചാൽ അതാണ് സൗകര്യം എന്നുള്ളതുകൊണ്ട്. പിന്നെയും അതാ ആ പുതിയ പോയിൻറ്റിലേക്ക് അവസാനിച്ചെടുത്ത് മുതൽ പുതിയ പോയിൻ്റ് വരെ ഇതാ ഇങ്ങനെയാണ് ശരിക്കും വരയ്ക്കേണ്ടത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഓരോ സമയവും പേപ്പർ തിരിച്ച് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ തന്നെ ചെയ്യുന്നത്. യെസ്. അങ്ങനെ 4ാമത്തെ പോയിൻറ്റിലേക്ക് പുതിയ 4ാമത്തെ പോയിൻറ്റിലേക്കും വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ ചെരിഞ്ഞ് വന്ന് ചതുരം. ഇനിയും നമ്മൾ നേരത്തെ ചെയ്തത് വീണ്ടും ആവർത്തിക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ 4 ഭാഗത്തും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും അതുപോലെ ചെയ്തെടുത്ത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവൃത്തി ആവർത്തിക്കുകയാണ്. അവസാനത്തെ വരെ എവിടെയാണോ അവസാനിച്ച് അവിടുന്ന് തുടങ്ങുന്ന രൂപത്തിലാണ് വീണ്ടും പോകുന്നത്. യെസ്. അങ്ങനെ ആ താഴെയുള്ള 1 സെൻറ്റിമീറ്റർ പോയിൻറ്റിലേക്കും വീണ്ടും അവിടുന്ന് നമ്മൾ എവിടെയാണോ തുടങ്ങിയ ആ ഭാഗത്തുള്ള 1 സെൻറ്റിമീറ്റർ പോയിൻറ്റിലേക്കും. അപ്പോൾ ഇപ്പോൾ കാണാം ചതുരം ഒന്നും കൂടെ ഇടത്തോട്ട് തിരിഞ്ഞ് വന്ന്. അപ്പോൾ ഇതേ പ്രവർത്തനം വീണ്ടും ആവർത്തിക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ അവിടുന്നും 1 സെൻറ്റിമീറ്റർ. ഇത് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട്, അതായത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ വരച്ച് ശീലമില്ലാത്ത 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും പെൻസിൽ കൊണ്ട് വരയ്ക്കുക. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞ് ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടെ സ്കെയിൽ വെച്ച് വീണ്ടും പെന്ന് കൊണ്ട്, സ്കെച്ച് പെന്ന് കൊണ്ടോ അല്ലെങ്കിൽ ബോൾ പെന്ന് കൊണ്ടോ വരയ്ക്കുക. അപ്പോൾ നല്ല നിറം ഉണ്ടാകും. പെൻസിൽ കൊണ്ട് വരച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും, പക്ഷേ നിറം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ വരയുടെ മേലെ ഒരു വട്ടം കൂടെ സ്കെയിൽ തന്നെ വെച്ചിട്ടാണ്, കൈകൊണ്ട് റഫായിട്ട് വരയ്ക്കാൻ പാടില്ല. സ്കെയിൽ തന്നെ വെച്ച് ആ വരയുടെ മേലെ കൂടെ ഒരു വട്ടവും കൂടെ ബ്ലാക്ക് സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ബോൾ പെന്നോ ഉപയോഗിച്ച് നല്ല നിറത്തിൽ വരയ്ക്കുക. അപ്പോൾ നല്ല രസമുണ്ടാകും. ഈ ഡിസ്റ്റൻസ് നമ്മൾ അളക്കുന്നത് കൊണ്ട് കറക്റ്റ് 1 സെൻറ്റിമീറ്ററിലാണ് ആ വ്യത്യാസം. അപ്പോൾ എല്ലാം 1 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. അതുകൊണ്ടാണ് അളക്കുന്നത്. അളന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏകദേശം എടുത്തു കഴിഞ്ഞാൽ ചില ഭാഗത്തങ്ങ് ചെരിഞ്ഞ് പോകുന്ന കാണാം. ഇതതുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എല്ലാ തവണയും അളക്കുന്നത്. വരച്ച് നല്ല പരിശീലനമുള്ള കുട്ടികൾ ഇത് അളക്കേണ്ടതൊന്നും ആവശ്യമില്ല. അവർക്ക് മനസ്സിൽ തന്നെ ആ അളവിങ്ങ് വന്നോളൂ. മത്സരത്തിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ആ അളവ് താനേ വരും. ഇങ്ങനെ ഓരോ തവണയും ചുറ്റി വരയ്ക്കുക. അപ്പോൾ സ്കെച്ച് പെന്ന് കൊണ്ടാണ് വരക്കുന്നതെങ്കിലും മഷി സ്കെയിലിൽ പടരാത്തത്, ആ താഴത്തെ പേപ്പറിലേക്ക് എത്താത്തതും സ്കെയിലിൻ്റെ അറ്റത്ത്, സ്കെയിലിൻ്റെ മറുവശത്ത് ഞാനൊരു ചാർട്ട് പേപ്പറിൻ്റെ കഷ്ണം ഒട്ടിച്ചുകൊണ്ടാണ്. നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. സ്കെച്ച് പെന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരേ വ്യത്യാസത്തിൽ ഇങ്ങനെ വിടർന്നു വരുന്നതായിട്ട് തന്നെയാണ് കാണുക. സാധാരണഗതിയിൽ LP തലത്തിലുള്ള കുട്ടികളൊന്നും ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കില്ല. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വരച്ചെടുക്കാം. കാരണം അത്രയും ലളിതമായ രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. വീണ്ടും ചതുരം തന്നെ ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാനിപ്പോൾ നിങ്ങളെ രക്ഷിതാക്കൾ, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സംശയം വരുമ്പോൾ അവരോടൊന്ന് സഹായിക്കാൻ പറയുക. ഇനി മുതിർന്ന കുട്ടികളാണെങ്കിൽ, ഹൈസ്കൂൾ UP തലത്തിലുള്ള വരച്ച് പരിചയമുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ 3 വരകൾ പിന്നീട് വരയ്ക്കുന്നുണ്ട്.
അത് ഒന്നുകിൽ ഇത് ബ്ലാക്ക് തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത കളറെടുത്ത് വരയ്ക്കാം. ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ ഹൈസ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമുള്ളതല്ലേ എന്നുള്ള തോന്നാം. പക്ഷേ പിന്നീടത് നമുക്ക് നല്ലൊരു ഡിസൈനാക്കിയിട്ട് മാറ്റാം. ഉള്ളിൽ വീണ്ടും വരകൾ വരുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ കൃത്യമായി എല്ലാ സ്റ്റെപ്പും ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാതെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കൃത്യമായി ആ വരേൻ്റെ സ്ഥലത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഓരോ തവണയും അടയാളപ്പെടുത്തുന്ന കാര്യം മറന്നു പോകരുത്. ഒരു സൈഡിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്, ഒരേ സൈഡിലല്ലേ 2, 4 വശത്തും ആ മൂലയിൽ നിന്നും ഒരേ ദിശയിൽ, ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ, ആ രൂപത്തിലാണ് ആ പോയിൻ്റ് ഇടുന്നത്. ആ പോയിൻറ്റിൻ്റെ മേലെ കൂടിയാണ് പിന്നീട് വര വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇട്ട പോയിൻ്റ് നമ്മൾ പിന്നെ കാണില്ല. അതാണ് ഒരു സൗകര്യം. പോയിൻ്റ് വേറെയും വര വേറെയും ആയി പോകരുതെന്ന് സാരം. ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മിക്കവാറും പല സ്കൂളുകളിലും മാത്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, മാത്സ് ക്ലബിൻ്റെ ഉദ്ഘാടനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സ്കൂളുകളിൽ ഉദ്ഘാടനത്തിനായും മറ്റേ കുട്ടികളെ പരിപാടിക്കൊക്കെ ആയിട്ട് ഓൺലൈനിൽ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ രൂപത്തിൽ ക്ഷണിച്ച എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഓൺലൈനിലൂടെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരക്കാണെങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം, അങ്ങനെയുള്ള ഏത് കാര്യവും ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് മടിയൊന്നും പറയാറില്ല. പക്ഷേ വിളിക്കുന്നത് നിങ്ങളെ ടീച്ചേഴ്സായിരിക്കണം. കുട്ടികൾ വിളിച്ചാൽ ഇതുപോലെ സ്കൂൾ പരിപാടിക്ക് അങ്ങ് അതെങ്ങനെയാണ് സംഘടിപ്പിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെ ടീച്ചേഴ്സ് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് ആയാലും ഇനിയല്ല വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ആ രൂപത്തിലൊക്കെ നിങ്ങളെ മുമ്പിൽ വരാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്കൂളുകളിലായിട്ട് ഓൺലൈനിലായതുകൊണ്ട് എത്തിച്ചേരാൻ എളുപ്പമാണല്ലോ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഈ സമയത്ത് ഇങ്ങനെ ഓൺലൈനിലൂടെയെങ്കിലും നിങ്ങളെയൊക്കെ മുമ്പിലെത്തിപ്പെടാൻ കഴിയുന്നതിൽ. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നേർവരയല്ലാതെ മറ്റൊരു വരയും വരക്കുന്നില്ല, സ്കെയിൽ വെക്കാതെ ഒരൊറ്റ വരയും വരക്കുന്നില്ല. പക്ഷേ ചിത്രത്തിലുണ്ടാകുന്ന ഒരു കർവ്, ഒരു വളവ്, അത് കറക്റ്റായിട്ട് നമുക്ക് കാണാം. അത് താനേ രൂപം കൊള്ളുന്നതാണ്. ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വരച്ച് നല്ല പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്നുള്ളത് 1/2 സെൻറ്റിമീറ്റർ ആക്കാം. അതിനുശേഷം അത് ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പകുതിയാക്കാം, 1/4 സെൻറ്റിമീറ്റർ എന്നുള്ള നിരക്ക്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒടുവിൽ കാണിക്കുന്നത്. പക്ഷേ പിന്നീടാണ് വരക്കുന്നത്. ശരിക്കും ചെയ്യേണ്ടത് ഈ ചെയ്യുന്നത് പോലെ 1 സെൻറ്റിമീറ്ററിന് പകരം 1 സെൻറ്റിമീറ്റർ 4/1, 1/4 സെൻറ്റിമീറ്റർ ആ അളവ് മനസ്സിലാണ് കാണുക. അത് അളന്ന് പോയിൻ്റ് ഇതുപോലെ ഇടാൻ പറ്റില്ല. അതൊക്കെ വരച്ച് നല്ല ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 1 കൊല്ലത്തിലധികമായിട്ട് ഇത് കുട്ടികളിങ്ങനെ ഈ ചാനലിലൂടെ ആഴ്ചക്ക് 2 വീഡിയോസ്, ഇപ്പോഴാണ് അത് ഒന്നാക്കി കുറച്ചത്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ തിരക്കുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതുവരെ ആഴ്ചയിൽ 2 വീഡിയോസ് കൃത്യമായി വിട്ടിരുന്നു. ഓരോ വീഡിയോയിലും 2ഉം 3ഉം ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 100-ലധികം ചിത്രങ്ങൾ നിങ്ങൾ ഇത് അറിയുന്ന കുട്ടികൾ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ശീലം, ആ ഒരു പരിശീലനം എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ തന്നെ നിങ്ങളെ ഇനി പുതിയ ഡിസൈൻ ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കും.
അതാണ് ചിത്രം മാത്രം ആദ്യം കാണുന്ന കുട്ടി ഇതെങ്ങനെയാണ് വരച്ചെടുക്കുക എന്ന് അത്ഭുതപ്പെടും. അത് കുട്ടി മാത്രമല്ല, രക്ഷിതാക്കളായാലും ഇതെങ്ങനെയാണ് വരച്ചെടുക്കുക. പക്ഷേ അത് വരക്കുന്ന രീതി നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിരുന്നു, ഇത്ര മനോഹരമായ ചിത്രം ഇത്ര എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുമെന്ന് അപ്പോഴാണ് ബോധ്യമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഈ കിട്ടുന്ന പിന്നെ ഈ രൂപത്തിലുള്ള ക്ലാസ്, അതിൻ്റെ ചാനൽ, അതിൻ്റെ ലിങ്ക് നിങ്ങളെ കൂട്ടുകാർക്ക്, ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയണം. കാരണം ഈ ഇത്തരത്തിലുള്ള പരിശീലനം കൊണ്ട് ഒരുപാട് മാത്സിൻ്റെ ഐഡിയാസ്, ഞാനിപ്പോൾ ചിത്രം മാത്രമല്ല കാണിച്ചു തരുന്നത്, ഓരോ ചിത്രത്തിലും എന്തൊക്കെ ഗണിതാശയങ്ങൾ, മാത്സിൻ്റെ ആശയങ്ങൾ എന്തൊക്കെ വരുന്നുണ്ടെന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കണക്ക് പഠിക്കാനുള്ള, വിഷമം പിടിച്ചൊരു കണക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണിത്. ഇപ്പോൾ ചിത്രം വരച്ചുകൊണ്ടും കണക്ക് പഠിക്കാമെന്നുള്ള. യെസ്. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് എത്തുമ്പോൾ ചെറുതായി പോവുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ 1 സെൻറ്റിമീറ്റർ പിന്നെ പോയിൻ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഉള്ളിലെത്തുമ്പോൾ നമ്മളത് ചെറുതാക്കുന്നില്ല, 1 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, തുടങ്ങുന്നത് എല്ലാം ഒരു മൂലയിലാവുന്നത് നല്ലതാണ്. അതായത് ഓരോ 4ാമത്തതും വരച്ച് കഴിഞ്ഞ് നമ്മളൊരു വട്ടം പൂർത്തിയാക്കി കഴിഞ്ഞ് അടുത്തത് വരയ്ക്കുമ്പോൾ ആ വരച്ച് തുടങ്ങുന്നതെല്ലാം ഒരേ മൂലയിൽ നിന്ന്. പക്ഷേ മൂല പിന്നെ മാറി വരികയെ വളഞ്ഞു വരുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം വെച്ച ദിശയിലല്ല മൂല ഉണ്ടാവുക, അതിങ്ങനെ വളഞ്ഞു വരുന്നതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകും. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇതാ നമ്മൾ 1 സെൻറ്റിമീറ്ററിൻ്റെ അളവ് അത് തീരാനായി. ഇനി ആ രൂപത്തിൽ അധികം വരച്ചെടുക്കാൻ കഴിയില്ല. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാ നമ്മളത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വരച്ചെടുത്ത രൂപം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ഇതിപ്പോൾ ആ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇടയിൽ 3 വരകൾ കൂടി വരയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. 3 പോയിൻ്റ് ഇട്ടുകൊണ്ട്, അത് അളക്കൊന്നും വേണ്ട, അത് മനസ്സിൽ എടുത്തിട്ട് ചെയ്താൽ മതി. ഇതാ ഞാൻ കാണിച്ചു തരാം. 1, അത് മധ്യഭാഗത്ത്, എന്നിട്ട് അതിൻ്റെ ഇടത്തും വലത്തും ഓരോന്നെന്ന് വെച്ചാൽ ആദ്യം പകുതിക്കൊരു പോയിൻ്റ് ഇട്ട് ആ പകുതിയെ വീണ്ടും പകുതിയാക്കി ഇരുവശങ്ങളിലും. അങ്ങനെയാണ് 3 പോയിൻ്റ്. ആ 3 പോയിൻ്റ് ചേർത്താണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അങ്ങനെ പോയിൻ്റ് ഇട്ടാൽ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. യെസ്, ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ, ഇതാ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ അത് 4 വശത്തും അതേ ഭാഗത്ത് വരുന്ന രൂപത്തിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോ തവണയും ഓരോ വ്യത്യസ്ത കളറാക്കണമെങ്കിൽ അങ്ങനെ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ആ 3 പോയിൻറ്റും, ആ 3 പോയിൻ്റ് നമ്മൾ അളക്കുന്നില്ല കേട്ടോ, അത് മനസ്സിലുള്ള അളവാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ആദ്യം മധ്യഭാഗത്ത് പോയിൻ്റ് ഇട്ട് പിന്നെ വലത്തും ഇടത്തുമായിട്ട് അതിൻ്റെ പകുതിയാക്കിക്കൊണ്ട്, അതാണ് പകുതിയുടെ പകുതി, അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ 1 സെൻറ്റിമീറ്ററിന് 4 തുല്യ ഭാഗമായി. യെസ്. അപ്പോൾ ഓരോന്നും 1 സെൻറ്റിമീറ്ററിൻ്റെ 4/1 ഭാഗമാണെന്ന് നമുക്ക് പറയാം. 1/4, കാൽഭാഗം. ആദ്യം പകുതിയാക്കുന്നു, പിന്നെ പകുതിയുടെ പകുതിയാക്കുന്നു. പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ കാൽഭാഗം, ക്വാർട്ടർ. ഇനി ഇതാ രണ്ടാമത്തെ ഘട്ടത്തിൽ ഒന്ന് കളർ മാറ്റുകയാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. അടുത്ത ഞാൻ റെഡാണ് എടുക്കുന്നത്. അവിടെയും നമ്മൾ ചെയ്യുന്നത് ആദ്യം മധ്യഭാഗത്തൊരു പോയിൻ്റ് ഇട്ട് അതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് വീണ്ടും ഓരോ പോയിൻ്റ്. അപ്പോഴും 4 ഈക്വൽ പാർട്സാണ്, 4 ഈക്വൽ പാർട്സ്, ഓരോ ക്വാർട്ടറാണ് കിട്ടുക.
യെസ്, ഇത് തന്നെ അവിടെയും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ കുട്ടികളെ പരിഗണിച്ചിട്ടാണ്. വലിയ കുട്ടികൾ, ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ഇതിന് പകരം, അതായത് നമ്മൾ കാൽഭാഗം ആക്കിയിട്ട് 1/4 സെൻറ്റിമീറ്റർ ആക്കുന്ന രൂപത്തിൽ അത് തുടക്കത്തിലേ ചെയ്യുക. ആ ഡിസ്റ്റൻസ് വെച്ച് കറക്കി വരച്ചു കൊണ്ടുവരാൻ, അതാണ് ഏറ്റവും ഭംഗിയുള്ള ചിത്രമാവുക. പക്ഷേ എനിക്കത് ചെറിയ കുട്ടികളെ കൂടെ കാണിച്ചു കൊടുക്കണം. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കും കൂടി വരക്കാൻ സഹായകമാകുന്ന രൂപത്തിലൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതാ സ്കെയിൽ വെച്ച് വരക്കാൻ, നേർവര വരക്കാൻ ഒരു പ്രയാസമില്ല. യെസ്, അങ്ങനെ 2 നമ്മൾ ചെയ്തെടുത്ത്. ഇനി അടുത്ത് വേറൊരു കളർ ഗ്രീനാണ് എടുക്കുന്നത്. അപ്പോഴും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 3 പോയിൻ്റ്, ആദ്യം മധ്യഭാഗത്ത്, പിന്നെ 2 സൈഡിലും, പകുതി, പകുതിയുടെ പകുതി, ഹാഫ് ഓഫ് ദി ഹാഫ്. ഈ പിന്നെ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ വട്ടവും ഓരോ റൊട്ടേഷനും കഴിയുമ്പോൾ നമ്മൾ ഓരോ കളറ് മാറ്റി മാറ്റി എടുക്കുകയാണ്. നേർരേഖ അല്ലാതെ ഒന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ, സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ്. പക്ഷേ ആ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചും നമുക്ക് കർവ്, ഒരു വളവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഗ്രീൻ കഴിഞ്ഞ് ഇനി അടുത്ത മറ്റൊരു കളർ എടുക്കണം. അപ്പോൾ അവിടെയും പകുതി, പകുതിയുടെ പകുതി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തന്നെയാണ്. പിന്നെ ആ മൂലയിലേക്ക് എത്തുമ്പോൾ പെന്നിന് ശക്തി കുറക്കണം എന്ന് വെച്ചാൽ കൈ സാവകാശം ഇങ്ങെടുത്ത് കളയണം. അല്ലാതെ അതേ ശക്തിയിൽ അവസാനം വരെ വരച്ചു പോകരുത്. കാരണം ആ ഭാഗം കട്ടി പിടിക്കും, മഷി കൂടുതലാവും, മഷി അവിടുന്ന് പടരും. അതുകൊണ്ട് തുടക്കം കൊടുക്കുന്ന ശക്തി പിന്നീട് ഉണ്ടാവരുത്. അവസാനം നമ്മൾ ശക്തി കുറച്ച് പെന്ന് എടുത്ത് കളയണം. അങ്ങനെയാണ് വരക്കേണ്ടത്. ആ നമ്മൾ ഒരേ പ്രഷറിൽ അവസാനം വരെ അമർത്തരുത് എന്നർത്ഥം. അവസാനത്തേക്ക് എത്തുമ്പോൾ താനേ പെന്നെടുത്ത് വരുന്ന രൂപത്തിൽ അവിടെ ശക്തി കുറച്ച് ഇങ്ങെടുത്ത് കളയുക. അപ്പോഴാണ് അവിടെ കറക്റ്റാകുക. ഇല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മഷി കൂടുതലാവുകയും പടരുകയും ചെയ്യും. അവസാനം അലിഞ്ഞു ചേരുന്ന രൂപത്തിൽ, അതാണ് ആ കളറ് ആ മൂലയിലേക്ക് അലിഞ്ഞു ചേരുന്ന രൂപത്തിൽ ആണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് ചില കൂട്ടുകാർക്ക് സംശയം ഉണ്ടാകും. പോയിൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് അത് 4 തുല്യ ഭാഗം ആവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആദ്യം പോയിൻ്റ് ഇട്ട് വെക്കുന്നത്. പക്ഷെ അവിടെ അളന്ന് തിട്ടപ്പെടുത്തൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് അത് ആ അളവൊന്ന് മനസ്സിൽ കാണാൻ ആദ്യം പകുതിയാക്കുകയും പിന്നീട് ആ പകുതിയെ വീണ്ടും പകുതികളാക്കുകയും ചെയ്യും. നല്ല രസമാണ് ഈ ഇങ്ങനെയുള്ള നേർരേഖ ചിത്രങ്ങൾ. നേർവര മാത്രം ഉണ്ടായതുകൊണ്ട് എന്ന് പറയാൻ കളർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ കളറ് പ്രത്യേകം കൊടുക്കാതെ തന്നെ അത് കളർഫുള്ളാവും. നേർരേഖകൾ തന്നെയായിരിക്കും. കൂട്ടുകാർ പുതിയ പേനയാണ് ഉപയോഗിക്കുന്നത്. സ്കെച്ച് പെന്ന് പുതിയ ആണെങ്കിൽ അതിൽ മഷി കൂടുതലുണ്ടാവും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പലരും കയ്യിൽ മഷി വറ്റിയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇപ്പോൾ പിന്നെയും കട തുറന്നുകൊണ്ട് ചിലരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മഷി കുറവായിരിക്കും. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ റോസ് കളറ് അത് മഷി കുറവാണ്. അപ്പോൾ നിരന്തരം ചിത്രങ്ങളിങ്ങനെ വരച്ചിട്ട് കയ്യിൽ ഉള്ള
നല്ല പേനയൊക്കെ തീർന്നു പോയി. ഇപ്പോൾ ചില ദിവസം ഈ ഇത് വാങ്ങാനായിട്ട് പോയാൽ ആ കട തുറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ. നല്ല രസമായിട്ട് ഇങ്ങനെ ഒരേ ഡിസ്റ്റൻസിൽ വരച്ചെടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കിട്ടുക. അപ്പോൾ ചെറിയ കുട്ടികൾക്കും വരച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെ ആ ബ്ലാക്ക് ആ ലൈനിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ലൈറ്റ് കളർ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ യെല്ലോ എടുക്കരുത്. യെല്ലോ അതേമാതിരി ഫ്ലോറസൻ്റ് യെല്ലോവും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓറഞ്ച് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ലൈറ്റ് കളർ എടുത്താലും യെല്ലോ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ അത് തീരെ കാണില്ല. അത് വെള്ളയായിട്ട് പിന്നെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ കാണുമ്പോൾ. അതുകൊണ്ട് യെല്ലോവും അതുപോലെ ഫ്ലോറസൻ്റ് കളറും ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കളറുകൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാദ്യം പറഞ്ഞില്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് അയ്യോ യെല്ലോ അവിടെ തീരെ മാച്ചാവുന്നില്ല എന്ന് പിന്നെയാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ഒരു കളർ. മറ്റൊന്ന് ഇങ്ങനെ മാത്രമേ വരയ്ക്കാവൂ. അതായത് ആ വലിയ ഭാഗത്തുനിന്ന് തുടങ്ങി താഴെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ മാത്രമേ വരയ്ക്കാവൂ. തിരിച്ച് വരയ്ക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്കത് ശക്തി കുറച്ച് പേനയും എടുക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞില്ലേ, താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ പെന്ന് താനേ തന്നെ നമ്മൾ ഉയർത്തിയും എടുക്കണം. ശക്തി കുറച്ച് ഉയർത്തിയും എടുക്കണം. ഒരിക്കലും ആ മൂലയിലേക്ക് പേന എത്തരുത്. ചെറിയ കുട്ടികൾ ആ രൂപത്തിൽ പോയിൻ്റ് ഇട്ട് പിന്നെ വിഭജിക്കാൻ പിന്നെ ആ 3 പോയിൻ്റ് ഇടാൻ പ്രയാസമുണ്ടെങ്കിൽ അതൊന്ന് തുടക്കത്തിൽ നിങ്ങൾ രക്ഷിതാക്കളോടോ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഒന്ന് ഇട്ട് തരാൻ പറയണം. പിന്നെ നിങ്ങൾക്കങ്ങ് മനസ്സിലാവും എങ്ങനെയാണ് കൃത്യമായിട്ടത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ തവണയും ഇതുപോലെ കറക്കി കറക്കി, അതായത് തിരിച്ച് തിരിച്ച് കൊണ്ടുവരിക. എല്ലാം നേർവരകൾ മാത്രമേ നമ്മൾ വരക്കുന്നുള്ളൂ. അവസാനം ആ ശക്തി കുറച്ചെടുത്ത് എന്ന രൂപത്തിൽ മാറിപ്പോകരുത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം പിന്നെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ഈ A4 വരയ്ക്കുമ്പോൾ ഒരു A4 പേപ്പർ മാത്രമല്ല, അതിൻ്റെ അടിയിൽ മറ്റൊരു പേപ്പറും കൂടെ വേണം. അത് നിങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞ്, അതായത് ചീത്തയായി പോയ A4 പേപ്പർ, പക്ഷേ ചുളിവുണ്ടാവരുത്. അങ്ങനെയുള്ള 1-2 പേപ്പർ കൃത്യമായിട്ട് അടിഭാഗത്ത് വെക്കുന്നത് നല്ലതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എൻ്റെ കയ്യിലുള്ള A4 പേപ്പർ അതൊരു ബണ്ടിൽ തീർന്നു പോയി. പക്ഷേ A3 പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പോൾ A3 പേപ്പർ എന്ന് പറഞ്ഞാൽ A4 പേപ്പറിൻ്റെ നേരെ ഇരട്ടിയാണ്. അത് ഒരു പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്താൽ, അതായത് മടക്കിയാൽ 2 A4 പേപ്പറാകും. അപ്പോൾ ഞാനത് മുറിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുറിക്കാതെ അത് മടക്കി വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ 2 എണ്ണമാണ്. അതുകൊണ്ടാണ് നീക്കുമ്പോൾ ഞാൻ നീങ്ങിപ്പോകാത്തത്.
നേർവരകൾ കൊണ്ട് നമുക്ക് ഈ സ്കെയില് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ചെടുക്കുക. അപ്പോൾ നേർവരകൾ കൊണ്ടുള്ള പാറ്റേണ്. അപ്പോൾ ഓരോ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൃത്യമായി നമ്മൾ ഈ ചിത്രം ചെയ്തെടുത്താൽ കൃത്യമായി അളക്കുന്നതും വരക്കുന്നതും കൃത്യമായി എവിടെയാണ് നിർത്തുന്നത് അതൊക്കെ. അതുപോലെ ഒരു വര മാത്രമേ വരയ്ക്കാവൂ. അത് പെൻസിൽ കൊണ്ടാണെങ്കിലും കളർ പേന കൊണ്ടാണെങ്കിലും. പല കുട്ടികളും ആ വരച്ചതിൻ്റെ മേലെ വീണ്ടും വരക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചെയ്യരുത്. ഒരു വര എന്ന് പറയുക ഒരു വര മാത്രം, 1.5 വര വരക്കാൻ നിൽക്കരുത്. നമുക്ക് അതിങ്ങനെ കറങ്ങി ചെറുതായി ഇപ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പം ചെറുതായി തന്നെ വരുന്നത് കാണുന്നുണ്ടല്ലേ. യെസ്. ഈ രൂപത്തിൽ നമുക്ക് കറക്കി എടുത്ത് അങ്ങനെ ഉള്ളിലേക്ക് വരും. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ നേർരേഖ കൊണ്ട് വരയ്ക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേനയ്ക്ക് മഷി കൂടുതലുണ്ടാവരുത്. ചിലപ്പോൾ പുതിയ പേനയാണെങ്കിൽ മഷി കൂടുതലുണ്ടാവും. ചിലത് ഉണങ്ങിപ്പോയതിന് ശേഷം വറ്റിയിട്ട് മഷി തീരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അത് രണ്ടും പ്രയാസം തന്നെയാണ്. ഒരു ലേശം ഒന്ന് ഉപയോഗിച്ച് അധികം മഷി തൂവിപ്പോവാത്ത പേനയാണ് ഇങ്ങനത്തെ ചിത്രം വരയ്ക്കാൻ നല്ലത്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യം. ഞാനിത് ഇത്രയും സാവകാശത്തിൽ പറയുന്നത് നിങ്ങളോടൊപ്പം വരക്കുന്ന രൂപത്തിൽ തന്നെയാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാത്തതിൻ്റെ കാര്യം അതാണ്. നിങ്ങൾക്ക് സാവകാശം ചെയ്ത് പോകാനുള്ള അതേ സ്പീഡ് തന്നെ ഞാനും പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വരയും അങ്ങനെ കൃത്യമായിട്ട് വരച്ചെടുക്കണമെന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് മുഴുവൻ വരച്ചെടുത്താൽ ഇതാണ് രൂപം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, നേർവരകൾ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ എങ്കിലും ഒരു കർവ്, ഒരു വളവ് രൂപപ്പെട്ട് വരികയാണ്. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനത്തെ ചിത്രങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. അപ്പോൾ ഞാനൊന്നും കൂടെ പറയുന്നു, LP തലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ടേ വരക്കണ്ടു. ഇനി വരച്ച് ശീലമുള്ളവരാണെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ നമുക്ക് കളർ ഉപയോഗിച്ച് വരക്കാം. പിന്നെ ഈ രൂപത്തിൽ വീണ്ടും ഉള്ളിലേക്ക്, ചെറിയ കുട്ടികൾക്ക് ഉള്ളിലേക്ക് കളർ കൊണ്ട് വരച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പെൻസിൽ കൊണ്ട് നമ്മൾ മുൻ ചിത്രത്തിൽ ചെയ്തതുപോലെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുത്താലും മതി. അങ്ങനെ നല്ല ചിത്രങ്ങൾ ചെറിയ കുട്ടികൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, 2ലും 3ലും പഠിക്കുന്ന കുട്ടികൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ച് നല്ല ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരിക. ഓക്കെ.